ബിജെപിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നിയന്ത്രണത്തിൽ ഇളവ് എന്നുള്ള വാർത്തയാണിപ്പോൾ വരുന്നത്. 5 വർഷം പൂർത്തിയായവർക്കും മത്സരിക്കാമെന്ന് സംസ്ഥാന കോർ കമ്മിറ്റിയിൽ തീരുമാനം. മണ്ഡലം, ജില്ലാ തലങ്ങളിൽ 5 വർഷം പൂർത്തിയാക്കിയവർക്കും വീണ്ടും മത്സരിക്കാം. ഇളവ് സംസ്ഥാന പ്രസിഡന്റിനും ബാധകമാണ്. ബിജെപി സംസ്ഥാന ഘടകത്തെ 30 ജില്ലകളായി വിഭജിക്കാനും തീരുമാനം. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ലേബി സജീന്ദ്രൻ, ഇതിനകം തന്നെ ഉപജില്ലകളായി വിഭജിച്ചുകൊണ്ടുള്ള വിശദീകരണമൊക്കെ അവർ നൽകി കഴിഞ്ഞതാണ്. ഇതിപ്പോൾ കെ സുരേന്ദ്രന് വീണ്ടും മത്സരിക്കാം എന്നതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സുജയ, അതുതന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. അതുമാത്രമല്ല, സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു നയം മാറ്റം വരുന്നത് തീർച്ചയായും വളരെ പ്രസക്തം തന്നെയാണ്. മണ്ഡലം, ജില്ലാ തലങ്ങളിൽ നേതാക്കൾക്ക് ഇനിയും, അതായത് 2 ടേം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ 5 വർഷം പൂർത്തിയായിട്ടുള്ളവർക്ക് ഇതിൽ മത്സരിക്കാനാകില്ല എന്നുള്ള നിലവിലെ നയമാണ് മാറ്റം വരിക. നിലവിലെ നയത്തിനാണ് മാറ്റം വരിക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിലവിലെ ഭാരവാഹികൾക്ക് മത്സരിക്കാനാകും ഇനിയും. അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾക്കും ഈ ഇളവിൻ്റെ ആനുകൂല്യം ലഭിക്കും. അതുതന്നെയാണ് സുജയ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു നയം മാറ്റത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും. ഒപ്പം തന്നെ ജില്ലകളുടെ വിഭജനം നേരത്തെ പൂർത്തിയായതാണ് സുജയ സൂചിപ്പിച്ചതുപോലെ. എങ്കിലും നേരത്തെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകൾ 3ആയി വിഭജിക്കുമെന്ന് കഴിഞ്ഞ കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റിയിൽ തീരുമാനിച്ചിരുന്നു. അത് 5 ജില്ലകൾ ഇത്തരത്തിൽ 3ആയി വിഭജിക്കും. 3 ജില്ലകൾ മാത്രമാണ് 1ആയി തുടരുക. ബാക്കി ജില്ലകളെല്ലാം 2ആയി വിഭജിക്കും. അങ്ങനെ വരുമ്പോൾ 30 ജില്ലകളാണ് സംസ്ഥാന ഘടകത്തിനുണ്ടാവുക. 30 ജില്ലകൾക്ക് 30 ജില്ലാ പ്രസിഡന്റുമാർ വരും. അപ്പോൾ സ്വാഭാവികമായും സംഘടനാ തിരഞ്ഞെടുപ്പിൽ ഇത്തരധികം ഭാരവാഹികൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുമ്പോൾ, ജില്ലാ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ, മണ്ഡലം നേതൃത്വത്തിലേക്ക് വരുമ്പോഴൊക്കെ വളരെ സുശക്തമായി പാർട്ടിക്ക് ഇനി വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനെയും നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും നേരിടാനാകും എന്നുള്ള പ്രതീക്ഷയാണ് BJP ക്യാമ്പിലുള്ളത്. ഒന്നുകൂടി ഓർക്കുക, നേരത്തെ പറഞ്ഞതിന് പുറമെ എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോടിന് പുറമെ മലപ്പുറം, തൃശ്ശൂർ ജില്ലകൾ കൂടി 5ആയി വിഭജിക്കുന്നുണ്ട്. കാസർഗോഡ്, വയനാട്, പത്തനംതിട്ട ജില്ലകൾ മാത്രമാണ് ഒറ്റ ജില്ലയായി തുടരുക. ബാക്കി ജില്ല 2ആയി വിഭജിക്കും. ഒപ്പം തന്നെ ഓരോ ജില്ലകൾക്കും 16 ഭാരവാഹികൾ, 45 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിങ്ങനെ വരുമ്പോൾ തീർച്ചയായും സംഘടനയ്ക്ക് ബലം വരും. സംഘടന കൂടുതൽ ശക്തിപ്പെടുമെന്നൊക്കെയാണ് കോർ കമ്മിറ്റി യോഗത്തിൻ്റെ വിലയിരുത്തൽ. ഇന്നലെ ഓൺലൈനായി ചേർന്ന കോർ കമ്മിറ്റിയിലാണ് ഈ നിർണായക തീരുമാനം. നേരത്തെയും ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ 5 വർഷം പൂർത്തിയാക്കിയവർക്ക് തുടരാൻ സാധിക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. എങ്കിലും അത് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനത്തിന് രൂപേണ വന്നത് കോർ കമ്മിറ്റിയിൽ തന്നെയാണ്. തീർച്ചയായും ഇത് സംഘടനാ രംഗത്ത് ഏറെ പ്രാധാന്യമുള്ള വാർത്ത തന്നെയാണ് സുജയ. തീർച്ചയായും താങ്ക് യു ലേബി സജീന്ദ്രൻ. നിബന്ധന മാറ്റുന്നു. മത്സരിക്കാനുള്ള ഇളവ് അത് നിലവിലുള്ള നേതൃത്വത്തിലുള്ള എല്ലാവർക്കും മത്സരിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിലവിലെ നേതൃത്വത്തിന്, അത് സംസ്ഥാന നേതൃത്വത്തിനായാലും ജില്ലാ നേതൃത്വത്തിനായാലും, അവർക്ക് മത്സരത്തിലൂടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരം ഒരുങ്ങുകയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ.